ഹലോ, വെൽക്കം ടു ഹോം ബേക്കിംഗ് എംപവർമെൻറ്റ് ഹബ്. ഞാൻ ജിനി കൃഷ്ണകുമാർ. നമ്മൾ പലപ്പോഴും നമ്മുടെ പാഷനെ ബിസിനസ്സാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? പക്ഷേ പല കാര്യങ്ങൾ കൊണ്ട് നമുക്കത് നടക്കാറില്ല. പാഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങളനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ? അത് ബിസിനസ്സാക്കി മാറ്റുകയാണെങ്കിൽ ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മളൊരു ജോലി ചെയ്യുകയാണെന്ന് നമുക്ക് തോന്നില്ല. പക്ഷെ അതിൽ പലപ്പോഴും തടസ്സങ്ങൾ വരുന്ന ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തേതായിട്ട് നമ്മൾ പാഷൻ എന്ന് പറയുമ്പോൾ നമുക്കതിൽ പാഷനാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ അത് വിചാരിച്ച പോലെ പ്രാക്ടീസ് ചെയ്യാതെയും അതിൽ നമുക്ക് അത്യാവശ്യം പ്രാവീണ്യം ഉണ്ടാവണം, നല്ല പ്രാക്ടീസ് ഉണ്ടാവണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പലപ്പോഴായിട്ട് അതിനു വേണ്ടി പഠിക്കുകയും സമയം ചെലവിടുകയും ഒക്കെ വേണം. അതുകൂടാതെ തന്നെ ബിസിനസ്സാക്കി മാറ്റാനുള്ള ഒരു മെൻറ്റാലിറ്റി വേണം. നമ്മൾ പലപ്പോഴും ഞാനിവിടെ പറഞ്ഞു വരുന്നത് കേക്ക് ബേക്കിങ്ങിനെ കുറിച്ചാണ്. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ബേക്കിംഗ് ആണ്. അപ്പോൾ മെയിൻലി കേക്കും എല്ലാ തരം ബേക്കിങ്ങും ഉണ്ട്. അപ്പോൾ കേക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കേക്ക് ബേക്കിംഗ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് എടുത്ത് വരുമ്പോൾ ബിസിനസ്സായിട്ട് അത് മാറ്റണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കേക്ക് ബേക്ക് ചെയ്ത് വെച്ചെങ്കിലും കസ്റ്റമേഴ്സിനെ കിട്ടുന്നില്ല. അതെങ്ങനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം, മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം, പാക്കിംഗ്, അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഫാക്ടറാണ്. പെട്ടെന്ന് കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നതൊക്കെയാണ് നമുക്ക് ബിസിനസ്സിലേക്ക് കിടക്കുമ്പോൾ ഉള്ള തടസ്സങ്ങൾ. അപ്പോൾ അതിനെയൊക്കെ മറികടക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സും പിന്നെ ഈ പാഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് നിന്ന് തന്നെ തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ട് അധികം വലിച്ചു നീട്ടാതെ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. പാഷൻ എന്ന് പറയുമ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ നമുക്ക് പാഷനുള്ളവർക്ക് എന്തൊക്കെ മെയിൻ സാധനങ്ങളാണ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ ടൂൾസ്, ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ള നോസിൽസ്, അതുപോലെ തന്നെ ഫോണ്ടൻറ്റ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? മെയിനായിട്ട് വരുന്നത് ഫ്ലോർ എന്ന് പറയുമ്പോൾ നമ്മൾ മൈദ, അതുപോലെ വീറ്റ്, പലതരം വേറെ തരം ഫ്ലവർ, മില്ലറ്റ്സ് ഒക്കെ നമ്മൾ ഇതിൽ കൂട്ടും. പിന്നെ മെയിനായിട്ട് നമ്മൾ മൈദ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഹെൽത്തി വേർഷൻസ് വരുമ്പോഴാണ് വീറ്റും മില്ലറ്റ്സിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ തുടക്കം തന്നെ മൈദയിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ അതുകൂടാണ്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസിന് വരുന്നത് ഷുഗർ വരുന്നുണ്ട്, ബ്രൗൺ ഷുഗർ വരും, ജാഗ്രി, പിന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സോൾട്ട്, അങ്ങനെ പിന്നെ സ്പൈസസ് ആഡ് ചെയ്യുന്ന കേക്കുകളാണെങ്കിൽ ആ തരത്തിലുള്ള സ്പൈസസ്, അതിനെയൊക്കെയാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്.